ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ഓഫ് കുവൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കുവൈറ്റിൽ ലോൺ എങ്ങനെ എടുക്കാം, അതിൻ്റെ പേപ്പർ വർക്ക് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഞാൻ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. കുവൈറ്റിലേക്ക് പുതുതായിട്ട് വന്നവർക്കും ഇനി വരുന്നവർക്കും പ്രത്യേകിച്ച് കുവൈറ്റ് MOH സ്റ്റാഫിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. MOH സ്റ്റാഫിന് സാലറി കിട്ടി തുടങ്ങിയാൽ ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അവർക്ക് 400 KDയും അതിന് മുകളിലും ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നാട്ടിലെ കൂട്ടി ലോൺ കിട്ടുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. വളരെ ഈസിയായി ചെറിയ പേപ്പർ വർക്കിൽ നമുക്ക് ഇത് ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട പേപ്പേഴ്സ് എന്ന് പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റ്, സിവിൽ ID കോപ്പി, പാസ്പോർട്ട് കോപ്പി, ഇത്രയും മാത്രം മതി. സാലറി സർട്ടിഫിക്കറ്റ് അതാത് ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്നതാണ്. 2 പേപ്പറാണുള്ളത്. സാലറി സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ബാങ്ക് ലോണിനാണെന്ന് പ്രത്യേകം പറയണം. ഒന്നിൽ സാലറി ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നതും മറ്റതിൽ ഡീറ്റെയിൽസ് കാണിക്കുന്നതുമായ 2 പേപ്പറാണുള്ളത്. ഹാഫ് ദിനാറൊക്കെ കൊടുത്താൽ നമുക്ക് ആ പേപ്പർ അവിടെ നിന്ന് കിട്ടുന്നതാണ്. സിവിൽ ID ജസ്റ്റ് കാണിച്ചാൽ മാത്രം മതി, 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്നതാണ്. അവിടുന്ന് ആ പേപ്പേഴ്സ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ ചെല്ലാവുന്നതാണ്. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കുറേ പേപ്പർ നമുക്ക് ഫില്ല് ചെയ്യുവാൻ തരും. അതിൽ പർപ്പസ് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്താണോ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമുക്ക് കാർ വാങ്ങിക്കാൻ കാണിക്കാം, അല്ലെങ്കിൽ ഹൗസ് വാങ്ങിക്കാൻ കാണിക്കാം, അല്ലെങ്കിൽ ലാൻഡ് വാങ്ങിക്കാൻ, അങ്ങനെ നമുക്ക് എന്താണോ പർപ്പസ് അത് നമുക്ക് കാണിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എന്ത് പർപ്പസിനാണ് എടുത്തതെന്ന് പ്രൂഫ് കൊടുക്കണമെന്നൊരു വ്യവസ്ഥയുണ്ട്. ചിലപ്പോൾ അവർ നമ്മളോട് ചോദിച്ചൊന്നും വരില്ല, പക്ഷേ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ റെഡിയാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതായത് കാർ വാങ്ങിച്ചാൽ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് കോപ്പി കൊടുക്കാവുന്നതാണ്. ലാൻഡ് അല്ലെങ്കിൽ ഹൗസ് വാങ്ങിച്ചാൽ ആധാരത്തിൻ്റെ ഒരു കോപ്പിയും കൊടുക്കാവുന്നതാണ്. ഈ പേപ്പേഴ്സ് ഒന്നും ഉടനെ കൊണ്ടുവരാൻ അവർ പറയില്ല, നമ്മുടെ സൗകര്യം അനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ ലോൺ അപ്ലൈ ചെയ്യുവാൻ 15-20 മിനിറ്റൊക്കെ അവിടെ ടൈം എടുക്കുകയുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനകം ലോൺ എമൗണ്ട് അക്കൗണ്ടിൽ വരുന്നതുമാണ്. കുവൈറ്റിലെ ലോൺ എനിക്ക് വളരെ ഈസിയും വളരെ പ്രയോജനകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്തെന്നാൽ ഇവിടെ 5% ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. സാലറിയുടെ 20 ടൈംസ് നമുക്ക് ലോണായിട്ട് കിട്ടുന്നതാണ്. ചില ബാങ്കുകൾ അതിൽ കൂടുതലും കൊടുക്കുന്നുണ്ട്. ലോണിൻ്റെ പീരീഡ് 3 വർഷമോ 5 വർഷമൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതവർ നമ്മുടെ സാലറിയും ലോൺ എമൗണ്ടും അനുസരിച്ചായിരിക്കും ഇയർ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വലിയൊരു തുക ലോൺ എടുത്തിട്ട് 20 ലക്ഷമോ 15 ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ട് അവരോട് പറയുകയാണ്, എനിക്ക് 5 ഇയർ പീരീഡ് വേണ്ട, 3 ഇയർ പീരീഡ് മതി എന്ന് പറയുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും നോക്കും, അവരത് കാൽക്കുലേറ്റ് ചെയ്യും. EMI അടച്ചിട്ട് നമ്മുടെ ചിലവുകൾക്ക് സാലറിയുടെ ബാലൻസ് വരുന്ന എമൗണ്ട് നമുക്ക് പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് കണ്ടാൽ അവർ 3 ഇയർ എന്നത് നമുക്ക് തരില്ല, 5 ഇയർ എന്ന് മാത്രമാക്കി തരുന്നത്. അപ്പോൾ EMI എമൗണ്ട് കുറയുമല്ലോ. 3 ഇയർ ആയാൽ EMI എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിലവിനെ ബാധിക്കുകയില്ലെന്ന് കാണുകയാണെങ്കിൽ അവർ 3 ഇയർ തന്നെ നമുക്ക് ആക്കി തരികയും ചെയ്യും. EMI എമൗണ്ട് ഓരോ മാസവും കുറഞ്ഞു വരുന്ന രീതിയിലാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ മാസം 500 KD ആണെങ്കിൽ അടുത്ത മാസം 480 KD, പിന്നീടുള്ള മാസങ്ങൾ ചിലപ്പോൾ 1-2 KD കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോൺ കിട്ടിക്കഴിഞ്ഞാൽ സാലറി അക്കൗണ്ടിൽ എത്തിയാൽ ഉടനെ തന്നെ EMI കട്ടാകുന്നതാണ്. നമ്മൾ ബാങ്കിൽ അതിനായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഓൺലൈനിൽ അവർ കട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴി എല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ്. എനിക്ക് കുവൈറ്റിലെ ലോൺ വലിയ ഹെൽപ്പായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ കാണും, ലാൻഡ് ഇല്ലാത്തവരൊക്കെ കാണും. അവർക്കൊക്കെ ഒരു വീട് വല്ലതും ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ 15 ലാക്സോ 20 ലാക്സോ ഒക്കെ പെട്ടെന്ന് എടുക്കാൻ ചിലപ്പോൾ കൈ കണ്ടെന്ന് വരില്ല. അപ്പോഴെന്താണ് ചെയ്യുന്നത്, ഒരു ബാങ്കിനെ നമുക്ക് പെട്ടെന്ന് സമീപിച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 1 വീക്കിനകത്ത് തന്നെ നമുക്ക് കാശ് കയ്യിൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ കുവൈറ്റിലെ ലോൺ ഒരു ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെല്ലാവരോടും നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുവൈറ്റിലുള്ള ചിലവുകളെയും നമ്മുടെ നാട്ടിലുള്ള മറ്റ് ചിലവുകളെയും ബാധിക്കാത്ത രീതിയിൽ വേണം ലോൺ എടുക്കുവാൻ. ഇപ്പം 2 പേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾ മാത്രം ലോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നമ്മുടെ മറ്റ് ചിലവുകളെ ഒന്നും ബാധിക്കുകയില്ല. അതുപോലെ ഒരാൾ മിനിസ്ട്രിയിലും മറ്റേയാൾ കമ്പനിയിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ മിനിസ്ട്രിയിലുള്ള ആൾ ലോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല EMI മുടങ്ങുമോ എന്ന്. ചില സമയത്ത് കമ്പനി സാലറി കൊടുക്കാതെയൊക്കെ ആകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് EMI ഒക്കെ മുടങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ മിനിസ്ട്രിയിലുള്ള ഒരാൾ ലോൺ എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്.
എനിക്ക് കുവൈറ്റിലെ ലോൺ ഒരു വലിയ നേട്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ട്, നമ്മളത് അടച്ച് തീരാറാകുന്നിരിക്കട്ടെ, നമ്മളതിൻ്റെ ബാക്കി എമൗണ്ട് ഫുൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ എമൗണ്ട് ഫുൾ അടച്ചിട്ട് നമുക്ക് അപ്പം തന്നെ വീണ്ടും വേണേൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് കുവൈറ്റിലെ ലോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. താങ്ക് യു.